ഹായ് ഫ്രണ്ട്സ്, നമ്മൾ നമ്പൂരിയിലോട്ട് പോവുകയാണ്. മലകളും പ്രകൃതി ഭംഗിയൊക്കെ നിറഞ്ഞ അമ്പൂരി ദേശത്തോട്ട് പോവുകയാണ്. എൻ്റെ അമ്മയുടെ നാടാണ് അമ്പൂരി. ഒരുപാട് തോടുകളും മലകളും. അവിടെ നമ്മുടെ തെക്കതിൽ ഉത്സവം നടക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പോണത്. പിന്നെ തെക്കെന്ന് പറയുമ്പോഴത്തേക്കും അമ്പലമായിട്ടൊന്നുമല്ല, ഒരു വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ ഇങ്ങനെ സങ്കല്പിച്ച് അങ്ങനെ വച്ചേക്കുന്നേ ഉള്ളൂ. വർഷം തോറും നമ്മളിങ്ങനെ ഉത്സവം നടത്താറുണ്ട്. അങ്ങനെ ആ ദിവസമാണിന്ന്. അതുകൊണ്ട് നമ്മളിന്ന് അങ്ങോട്ട് പോവുകയാണ്. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിക്ക് ഒരുപാട് നല്ല കാഴ്ചകളൊക്കെ ഉണ്ട്. ഇന്ന് നല്ല വെയിലുണ്ട് കേട്ടോ, മഴയൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് പൂജാ സമയത്ത് അങ്ങനെ മഴ കൊള്ളേണ്ട അവസ്ഥ വന്നിട്ടില്ല. പിന്നെ കഴിഞ്ഞ വർഷമൊക്കെ ഇത്തിരി മഴയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് എന്തെങ്കിലും അവിടെ ടാർപ്പൊക്കെ കെട്ടിയിരിക്കുന്നത് കൊണ്ട് അങ്ങനെ നനയൊന്നുമില്ല. നമ്മളെ ബന്ധുക്കൾ മാത്രമേ ഉള്ളൂ, വേറെ പുറത്തുനിന്ന് ആരുമില്ല. എന്ന് വെച്ചാൽ അവിടെ ഫുള്ള് ഇങ്ങനെ ഒരു വനപ്രദേശമാണ് കേട്ടോ. വനപ്രദേശം എന്ന് പറയുമ്പോൾ റബ്ബർ തോട്ടമൊക്കെ നിറയുണ്ട്. മല എന്ന് പറയുമ്പോഴത്തേക്കും അറിയാമല്ലോ എങ്ങനെയാണ് അവിടുത്തെ അവസ്ഥ എന്നുള്ളത്. അപ്പോൾ നല്ല ഭംഗിയാണ് ഇവിടെയൊക്കെ കാണാനൊക്കെ. ഞങ്ങളുടെ പണ്ട് ഞങ്ങൾ അവിടെ പോകുമ്പോഴത്തേക്ക് എൻ്റെ വല്യമ്മയുടെ വീട് അവിടെയാണ്. എൻ്റെ അമ്മയുടെ കുടുംബ വീട് അവിടെയാണ്. അമ്മമ്മയുടെ വീട്ടിലൊക്കെ നിൽക്കാൻ പോകുമ്പോഴത്തേക്കും ഞങ്ങൾ അവിടെ ഒരുപാടൊക്കെ ഒന്ന് കളിച്ചിട്ടൊക്കെ ഉള്ളതാണ്. നല്ല ഭംഗിയാണ് അമ്മമ്മയുടെ അവിടെ നിന്നൊക്കെ കാണാൻ വേണ്ടി. ഇപ്പം ഭയങ്കരമായിട്ട് കാട് കയറിയൊക്കെ കിടക്കുന്നുണ്ട് അവിടെ. അവിടെ നിന്ന് ഇങ്ങനെ നമ്മൾ ആ മുറ്റത്ത് നിന്ന് നോക്കുമ്പോഴത്തേക്ക് നേരെ മലയാണ് നമ്മൾ കാണാൻ പറ്റുന്നത്. നല്ല ഭംഗിയാണ് അവിടെ നിന്ന് കാണാനൊക്കെ. ആ ഫ്രണ്ടിലോട്ടൊക്കെ കാണുന്ന മലയാണ് കേട്ടോ. വലിയ പാറയാണ്, ചെറുതായിട്ടേ കാണാൻ പറ്റുള്ളൂ. എനിക്കിങ്ങനെ വണ്ടിയിൽ നിന്ന് എടുക്കുന്നത് കൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് അങ്ങനെ വ്യക്തമായിട്ട് അങ്ങനെ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എങ്കിലും കുറച്ച് ഞാൻ എടുക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്കും അത് അവിടെ കാണുന്നത് നല്ല മലയാണ്. രണ്ട് മല ഇങ്ങനെ കാണുന്നത്, അത് കുനിശി മല അങ്ങനെ എന്തൊക്കെയാണ് അതിൻ്റെ പേര്. കൊണ്ടകെട്ടി മല അങ്ങനെയൊക്കെ അതിൻ്റെ പേരുണ്ട്. അപ്പം കുരിശുമല ഇതിൻ്റെ അക്കരയായിട്ട് വരും. ഞങ്ങൾ ഈ ഭാഗത്തോട്ടല്ല കുരിശുമല വരുന്നത്, അതിൻ്റെ അക്കരയോട്ടാണ് കുരിശുമല വരുന്നത്. ഇത് വലിയൊരു മലയാണ് കേട്ടോ. അപ്പം ഇവിടെ നമ്മളെ അവിടെ ഞാൻ പറഞ്ഞല്ലോ, അമ്മമ്മയുടെ വീട്ടിൽ നിന്ന് നോക്കുമ്പോഴത്തേക്ക് നേരെ കാണുന്നത് നമ്മുടെ ആ മലയിലോട്ടാണ്. അവിടെ നിന്ന് ഇങ്ങനെ സൂര്യൻ ഉദിച്ച് വരുന്നത് കാണാനൊക്കെ നല്ല ഭംഗിയാണ് കേട്ടോ. നല്ല ഭംഗിക്ക് ഇങ്ങനെ സൂര്യനൊക്കെ ഉദിച്ച് വരുന്നത് കാണാം. ഇപ്പം ഞങ്ങളവിടെ എത്തി. അവിടെ എത്തിയിട്ട് ഞങ്ങൾ താഴോട്ട് ഇറങ്ങി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് അവരുടെ വീട്. നമ്മളിതാ ഇവിടെ എത്തിയിരിക്കുന്നു. അത് ഇതാ ഈ വീട്ടിൽ എന്നുവെച്ചാൽ വല്യമ്മയുടെ വീടിൻ്റെ അത് വല്യമ്മയുടെ വീടല്ലേ? അതാണ് വല്യമ്മയുടെ വീട്, അരുൺ മാമൻ്റെ വീട്. ഇത് അയൽവാസി, അവരുടെ അയൽവാസി. ഇവിടുത്തെ വഴി ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്ന്. ഇതെങ്ങനെ കുത്തനെയുള്ള വഴിയാണ് കേട്ടോ. ഇതുവഴിയൊക്കെ കുറേ ഓടിയൊക്കെ നടന്നിട്ടുള്ളതാണ്. ഇതാ കാണുന്നത് എൻ്റെ വല്യമ്മയുടെ വീടാണ്. ഇങ്ങോട്ടൊക്കെ ഫുൾ റബ്ബർ തോട്ടമാണ് ഇവിടെ മൊത്തവും. ഇവിടെ മുഴുവനും റബ്ബർ തോട്ടമാണ്. ഇവിടെ അഗാധമായ ഒരു കുഴിയുണ്ട്, കുഴിക്കകത്തൊരു വീടുണ്ട്. പിന്നെ ഇവിടെയൊക്കെ നമ്മൾ ഓടി കളിച്ചിട്ടുള്ളതാണ് കേട്ടോ. കേശു ഇന്ന് എവിടെ പോണം? അങ്ങ് താഴെ തോടാണ്.
നമ്മൾ നടന്നു പോകുന്നതിൻ്റെ അക്കരെ ഭാഗത്താണ് അമ്മമ്മയുടെ വീടുള്ളത്. എന്ന് വെച്ചാൽ ഇത് ഇവിടെ ഒരു ഇറക്കം ഇറങ്ങിയിട്ട് അടുത്ത മുകളിലൊരു തേരിയാണ് കയറി പോകുന്നത്. അത് ഏകദേശം ഒരു മല കയറും പോലെ തന്നെയാണ് അവിടെ കയറി പോകുന്നത്. നല്ല പടിക്കെട്ടുണ്ട്. അങ്ങനെ അവിടെ ഏറ്റവും മുകളിലായിട്ടാണ് അമ്മമ്മയുടെ വീടുള്ളത്. അവിടുന്ന് താഴോട്ടൊക്കെ നോക്കാനൊക്കെ നല്ല ഭംഗിയാണ്. ഇപ്പോൾ ഇവിടെയൊക്കെ കാട് കയറി അമ്മമ്മയൊന്നും അവിടെ ഇല്ല. അമ്മമ്മയൊക്കെ മരിച്ചുപോയി. അമ്മമ്മയും അപ്പനൊക്കെ മരിച്ചുപോയി. എൻ്റെ വല്യമ്മയും വല്യച്ഛനും ഒക്കെ മരിച്ചുപോയി. അങ്ങനെ ഇവിടെ മൊത്തം ഭയങ്കരമായിട്ട് കാട് കയറി കിടക്കുകയാണ്. അങ്ങനെ അവരുണ്ടായിരുന്ന സമയത്ത് ഇവിടെ കാടൊക്കെ വെട്ടി തെളിച്ച് നല്ല ഭംഗിയാക്കി ഇടുമായിരുന്നു. ഇങ്ങനെ കാടൊന്നും കയറി കിടക്കില്ല. അപ്പോൾ ഈ തോടാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ മുകളിൽ നിന്ന് താഴോട്ട് ഇറങ്ങി വന്നപ്പോഴത്തേക്കും പറഞ്ഞല്ലോ താഴെ തോടുണ്ടെന്ന്. ആ തോടാണിത്. നല്ല തെളിഞ്ഞ വെള്ളമായിരുന്നു കേട്ടോ ഇവിടെയൊക്കെ. ഇവിടെ ഈ തോട്ടിലൊക്കെ ഞങ്ങൾ കുളിക്കാനൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഒരു വൃത്തിയില്ലാത്തതുപോലെയൊക്കെ കിടക്കുന്നുണ്ട്. വൃത്തിയില്ല എന്നല്ല, അവിടെ കാട് കയറി കിടക്കുന്നത് കൊണ്ട് ഒന്നും വ്യക്തമായിട്ടൊന്നും കണ്ടതും കൂടെ. ചേറൊക്കെ കയറി കിടക്കുന്നുണ്ട്. പിന്നെ നമ്മളിപ്പോൾ കാണിച്ച ആ ഭാഗത്താണ്, അവിടെയാണ് ഞാൻ പറഞ്ഞ ആ തെക്കത് ഉള്ളത്. അപ്പോൾ അവിടെ നിന്നൊക്കെ കയറി നമ്മളിതാ ഇവിടെ, ഇത് വല്യമ്മയുടെ വീടാണ്. വല്യമ്മയും വല്യച്ഛനൊക്കെ ഇവിടെയാണ് താമസിക്കുന്നത്. ഇപ്പം വല്യച്ഛൻ്റെ മോൻ മാത്രമേ ഇവിടെ ഉള്ളൂ. വല്യച്ഛൻ്റെ മോനും സ്ഥിരമായിട്ട് ഇവിടെ ഉണ്ടാവാറില്ല. വേറെയാണ് താമസിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ അക്കരെ ഭാഗത്തോട്ടാണ് എൻ്റെ അമ്മമ്മയുടെ വീട്. നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. എങ്കിലും പിന്നെ ഇവിടെ നിന്ന് ഞങ്ങൾ ഇത് ഒരു കരയും അപ്പുറത്ത് ഇതിൻ്റെ അക്കരെ വേറൊരു കരയാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഒരാളെ വിളിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ കൂന്ന് പറഞ്ഞിട്ട് കൂവും കേട്ടോ. അപ്പോൾ കൂവുമ്പോൾ അവിടെ നിന്ന് തിരിച്ചു ഒരു കൂവൽ കേൾക്കും ഇങ്ങോട്ട്. അങ്ങനെയാണ് നമ്മൾ പരസ്പരം അങ്ങനെ വിളിക്കുന്നതും സംസാരിക്കുന്നതൊക്കെ. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ എന്തെങ്കിലും പറയുമ്പോഴത്തേക്കും അങ്ങോട്ട് കേൾക്കാം എന്താണ് പറയുന്നുള്ളത്. അപ്പോൾ ഈ എക്കോ പോലെയാണ് ഇവിടുന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ അങ്ങോട്ട് കേൾക്കാൻ പറ്റും. അങ്ങനെ ഞങ്ങൾ പൂജയൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പം ഒരു 7 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി ഞങ്ങളിപ്പോൾ വീട്ടിലോട്ട് പോവുകയാണ്. ഇപ്പം പോയിട്ട് ഇനി നമ്മൾ പോകുന്ന വഴിക്ക് ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ല.